അപ്പൊ അമ്മ ആദ്യമായിട്ട് മോനിഷയുടെ അമ്മ പരിചയമുള്ള ഒരു മുഖം കാണുന്നത് എന്റെ മുഖമാണ്. അവിടെ എന്നാൽ ആരും ആർക്കറിയില്ലല്ലോ, ഒരു ചേർത്തല ഒരു ബന്ധമില്ലല്ലോ, ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. എന്നെ കണ്ടവരുടെ കയ്യിൽ കയറി പിടിച്ചു, കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു എന്റെ മോള് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ ഇല്ല, ഒരു കുഴപ്പമില്ല, അത് ശരിയാവുന്നത്, എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല, ഞാൻ ആകെ പാനിക്കായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറയില്ല, ഇല്ല കുഴപ്പമില്ല എന്താ ശരിയാവുന്നത് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു എന്റെ ഈ ഒരു മാല എന്റെ ആരോ നിലത്ത്, എന്റെ കഴുത്തിൽ നിലത്തു, ആ മാല എനിക്ക് വേണ്ട, അതിന്റെ താലി അത് എനിക്ക് കിട്ടിയാൽ മതി. ഒന്നും അത് വളരെ വീക്കായിട്ടാണ് പറയുന്നത്, അത് എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരണമെന്ന്. ഞാൻ പറഞ്ഞു അമ്മ ഒന്നും പേടിക്കേണ്ട, താലി മാൻ. ഞാൻ ഓടി വെളിയിലോട്ട് ഇറങ്ങി ഈ സി എടുത്ത്, അപ്പൊ കുറച്ച് പോലീസുകാരും 2-3 പോലീസുകാരുണ്ട്. സി എടുത്ത് പറഞ്ഞു. അപ്പം വേറൊരു രസം, അവിടെ നിന്ന് ഈ ബോഡി മരിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഇവിടെ ചേർത്തല താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ വേറെ ആരും ഇല്ല, എത്തിയിട്ടില്ലല്ലോ, ആരും എത്തിയിട്ടില്ല. അതിരാവിലെയാണ്, ഇങ്ങനെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. വാൻ വന്നു, അതിനകത്ത് ആംബുലൻസിൽ മോനിഷയുടെ ബോഡി കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ സി എടുത്ത് പറഞ്ഞു മോനിഷയുടെ അമ്മയുടെ മാല ആരോ ഇതിനിടയ്ക്ക് പൊട്ടിച്ചെടുത്തു. അവർ പറയുന്നു മാല വേണ്ട, താലി മാത്രം കിട്ടിയാൽ മതി, ആ താലി കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ സി ഐ ആ നിന്ന പോലീസുകാരുടെ നേരെ പൊട്ടിത്തെറിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആരായാലും അത് കൊടുത്തോളം തിരിച്ച്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം വിടത്തില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അടിച്ചു മാറ്റിയത് പോലീസുകാരാണെന്ന്. അപ്പോഴത്തേക്ക് ബോഡി വണ്ടിയിലേക്ക് കയറ്റി നേരെ ചേർത്തല താലൂക്ക് ഓഫീസ് ആശുപത്രിയിലോട്ട് കയറുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ റൂം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഷ്ടിച്ച് കിടക്കാവുന്ന ഒരു സ്ഥലം, ഒരു റൂം. അത് വളരെ വികൃതമായി മുഷിഞ്ഞ് നായി ഒരു വരെ കുളിച്ച് കിടക്കുന്ന റൂം മുറി. അപ്പം മോനിഷയെ പൊക്കി ഞങ്ങൾ ആ ബെഞ്ചിൽ കിടത്തിയിട്ട് ഡോറടച്ച് അതിനുശേഷം ഞങ്ങൾ തിരിച്ചാ വണ്ടിയിൽ ഇവിടെ വന്നപ്പോൾ പറയുന്നു ഡ്രൈവർ മരിച്ചുപോയി. അപ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കഷ്ണം മാല, അതിനകത്ത് താലിയുണ്ട്, ചെറിയ പീസ്, ഇവരെന്തായിട്ട് വീതിച്ചെടുത്തിരുന്നു 4-5 പീസാക്കിയിട്ട്. അതിന് ആ താലിയുള്ള പീസ് മാത്രം എനിക്ക് കൊണ്ട് തന്നു. ഞാൻ ആ സമയത്ത് നമുക്കൊന്നും പറയാനോ പ്രതികരിക്കാനോ പറ്റാത്തൊരവസ്ഥ, ആകെ മെന്റലി തകർന്ന് ഇതായിട്ട് ഞാൻ നേരെ ഓടി ചെന്ന അമ്മയുടെ കയ്യിൽ അതുകൊണ്ട് കൊടുത്തു. ഞാൻ പ്രത്യേകം താലി മല അവർ തന്ന പോലീസ് തന്നു. അവർ വായിച്ചത് അവരുടെ തലയുടെ അടിയിലോട്ട് വെച്ചു. അപ്പോഴും എന്തൊക്കെയോ കരയുന്നു, പ്രശ്നമൊക്കെ ഉണ്ട്. അത് നേരിൽ കണ്ടൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ആലപ്പി അഷ്റഫ് ഇന്നും അത് വളരെ വേദനയോടെ ഓർക്കുന്നു എന്നുള്ളതാണ് കാര്യം. കാരണം 2 മാസക്കാലം ഒരുമിച്ച് ഒരു ഗൾഫ് ഷോയുടെ ഭാഗമായിരുന്നാണ് ഇവരൊക്കെ കൂടി. പക്ഷേ എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴേ ആ അമ്മയുടെ ആ താലി എന്നതിൻ്റെ ഒരു പവിത്രത അല്ലേ, എനിക്കതാണ് ഫീൽ ചെയ്തത്. താലി, പക്ഷെ അമ്മയ്ക്കറിയില്ല മകൾ മരിച്ചിട്ടുണ്ടോ ഇല്ലെന്നും കൂടി അറിയില്ല കേട്ടോ. അതിൻ്റെ ഒരു പവിത്രത കണക്കാക്കി ആ അമ്മ കെഞ്ചുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് അന്നത്തെ ഏതെങ്കിലും ഒരു പോലീസുകാർ ഇത് കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു കുറ്റബോധം തോന്നുന്നുണ്ടായിരിക്കും ഇല്ലേ?